വെൽക്കം ടു TECHWINGSYS. ഇത് നമ്മുടെ മാസ്റ്റർ പ്രൊജക്റ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെ മെനു നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മെനു നമ്മുടെ ഹെഡർ പോർഷൻ, അതായത് ഒരു വെബ്സൈറ്റിൻ്റെ ഹെഡർ പോർഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഘടകമാണ്. ഒന്ന് ലോഗോയും അടുത്തതായിട്ട് മെനു. അപ്പോൾ എങ്ങനെ ഈ മെനുവും ലോഗോയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ നിങ്ങൾ WordPress എങ്ങനെ മൾട്ടി വെബ്സൈറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം തുടങ്ങിയവ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ട ശേഷം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു ബിസിനസ് വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ബിസിനസ് വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഹോം, തൊട്ടടുത്തതായിട്ട് സർവീസ്, അതിൻ്റെ തൊട്ടടുത്തതായിട്ട് എബൌട്ട്, പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടായിരിക്കും കോണ്ടാക്ടസ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹോം എന്ന് പറയുന്നത് ഓവറോൾ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും നമ്മൾ ഈ ഒരു മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സർവീസ് എന്ന് പറയുന്ന ആ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് ആയിരിക്കും നമ്മൾ ഈ ഒരു സർവീസ് എന്ന് പറയുന്ന മെനുവിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ എബോട്ടാസ് എന്ന് പറയുന്ന ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവർ നോർമലി ചെയ്യുന്നത് എന്ന് കൊടുക്കുമ്പോൾ ആ ഒരു ബിസിനസ് എന്താണ്, എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു എബോട്ടി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മേ ബി അതിന് വിഷൻ ഉണ്ടായിരിക്കും, ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് വിഷൻ ഉണ്ടായിരിക്കും, മിഷൻ ഉണ്ടായിരിക്കും, പിന്നെ അത് ടീം മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എബോട്ട് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ തൊട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കോണ്ടാക്ടേഴ്സ്. അപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റിൻ്റെ അകത്ത് അഡ്രസ്സ്, ദെൻ കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ മെനു എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുൻപ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അത്രയും ഇൻഡെപ്തിലോട്ട് പോകുന്നില്ല. ജസ്റ്റ് എങ്ങനെ ഒരു മെനു നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ എങ്ങനെ നമുക്ക് ലോഗോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ലോഗോ നമുക്ക് റീസൈസ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നുള്ളൂ. ഇത് ഇൻഡെപ്ത് ആയിട്ട് നോക്കണമെങ്കിൽ നമ്മുടെ മുൻപത്തെ വീഡിയോയുടെ ലിങ്ക് ഈ ഐക്കണിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മെനുവും അതുപോലെ തന്നെ ലോഗോയുടെ ക്രിയേഷനും ആയിരിക്കും നോക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കറൻറ്റ്ലി നമ്മുടെ വെബ്സൈറ്റ് ഇരിക്കുന്നത്. ടൈറ്റിൽ, ടാഗ് ലൈന് പോലുള്ള കാര്യങ്ങൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈറ്റിനെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് വെബ്സൈറ്റാക്കി മാറ്റാനായിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ എങ്ങനെ നമുക്കൊരു ലോഗോ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഡാഷ്ബോർഡ് എടുക്കുക. ഡാഷ്ബോർഡിൻ്റെ അകത്ത് അപ്പിയറൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പിയറൻസ്, അതിൻ്റെ അകത്ത് തന്നെ കസ്റ്റമൈസ് ചെയ്യാം. അതായത് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഡിസൈനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പിയറൻസ്, ദെൻ കസ്റ്റമൈസ്. നമ്മളത് കൊടുത്തപ്പം ധാരാളം ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. സൈറ്റ് ഐഡൻറ്റിറ്റി, കളർ, ബാക്ക്ഗ്രൗണ്ട്, മെനൂസ്, വിഡ്ജറ്റ് തുടങ്ങിയ ധാരാളം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഈ ഓരോ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു തീമിനെ, നമുക്ക് ഈ ഒരു തീമെന്നല്ല ഏതൊരു തീമിനെ ആണെങ്കിലും നമുക്ക് ഈ രീതിക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ലോഗോയുടെ ആയതുകൊണ്ട് അത് സൈറ്റ് ഐഡൻറ്റിറ്റി ഈ ഒരു ഓപ്ഷനിലായിരിക്കും ലോഗോയുടെ ഓപ്ഷൻ വരുന്നത്. അതിനാൽ തന്നെ സൈറ്റ് ഐഡൻറ്റിറ്റി ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടോ ലോഗോ ആഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ടൈറ്റിൽ ഓൾറെഡി നമ്മൾ കൊടുത്തു. ഈ ഒരു ടൈറ്റിൽ മാറ്റണമെങ്കിൽ മാറ്റാം. അതുപോലെ ടാഗ് ലൈൻ, ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്ന ടാഗ് ലൈൻ ആയിരുന്നു ഇത്. ഈ ഒരു ടാഗ് ലൈൻ മാറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ അത് മാറ്റാം. ഞാനിവിടെ സ്പ്രെഡ് യുവർ വിങ്സ് ആൻഡ് ഫ്ലൈ എന്നിവിടെ കൊടുത്തു. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗോ ആഡ് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലോഗോസ് ഒരു ഗ്രാഫിക് ഡിസൈനറിൻ്റെ അടുത്ത് പോയി ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി അത് സാധിക്കാത്തവർക്ക് മറ്റ് ധാരാളമായിട്ടുള്ള ഫ്രീ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു ഫ്രീ ഓപ്ഷൻസ് വഴി എങ്ങനെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഫ്രീ ലോഗോ ഡിസൈൻ. അപ്പോൾ ഈ സൈഡിൻ്റെ ലിങ്കുകളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ കമ്പനിയുടെ പേരൊന്ന് പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പം നമ്മുടെ സൈറ്റിൻ്റെ ടൈറ്റിൽ തന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. TECHWINGSYS. ദെൻ അതിനുശേഷം നമ്മളോട് ചോദിക്കും ഏത് കാറ്റഗറിയാണ്, അതായത് നമ്മളിപ്പം ഏത് കാറ്റഗറീസിലാണ് നമ്മുടെ വെബ്സൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മളെ കാറ്റഗറി ചൂസ് ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള ലോഗോസുകൾ നോർമലി നമുക്ക് ലഭിക്കത്തുള്ളൂ. ഞാൻ ഇവിടെ ടെക്നോളജിയാണ് കൊടുത്തിട്ടുള്ളത്. തന്നെ അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള കാറ്റഗറീസിൽ കുറച്ച് ലോഗോസുകൾ ഇപ്പോൾ ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്, ടെക്നോളജി ബേസ് ചെയ്ത്. ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ഒരു ഡിസൈൻ ചൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു ലോഗോ ഒന്ന് ചൂസ് ചെയ്യുകയാണ്. ജസ്റ്റ് ഇവിടെ ചൂസ് ചെയ്യാം. പിന്നെ ടെക്സ്റ്റ് മാറ്റണമെങ്കിലൊക്കെ നമുക്ക് ടെക്സ്റ്റ് മാറ്റാനായിട്ടുള്ള ഓപ്ഷൻസുകളെല്ലാം ഉണ്ട്. നമുക്കിനി അതൊന്നും വേണ്ട എങ്കിൽ നമുക്കൊരു ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ ഡൗൺലോഡാകും. നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ നമ്മൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഇവർ പറയും. നമ്മളൊരു ഓൾറെഡി ഒരു അക്കൗണ്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് കൊടുത്ത് പെയ്ഡായിട്ടും സാധിക്കും. അപ്പോൾ പെയ്ഡായിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി നമ്മുടെ ആ ഫോട്ടോയ്ക്ക് ഉണ്ടായിരിക്കും. ഫ്രീ ആണെങ്കിൽ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. 200 പിക്സൽസ് എന്നൊരു സൈസ് ലെങ്തിലായിരിക്കും നമുക്കത് കിട്ടുന്നത്. നമ്മളിപ്പോൾ കൊടുക്കുന്ന ഫ്രീ ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ ലോഗോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഏറ്റവും സിമ്പിളായിട്ട് ലോഗോ വന്നു. ഈ ലോഗോനെ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ട സെലക്ട് ലോഗോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ ലോഗോയുടെ ഫയൽ. നമുക്ക് ഒന്നെങ്കിലും ക്രോപ്പ് ചെയ്ത് വിടാം. ഓക്കെ, ഞാനിപ്പോൾ അത് കൊടുത്തു. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ കൊടുത്തിട്ടുള്ള ലോഗോ ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് റൺ ചെയ്യുമ്പോൾ ഇത് കാണണമെങ്കിൽ ഇവിടെ പബ്ലിഷ്, അതായത് നമ്മൾ എന്ത് എഡിറ്റാണോ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം പബ്ലിഷ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഡിസൈന് നമ്മൾ റൺ ചെയ്യുമ്പോൾ കാണത്തുള്ളൂ. അപ്പോൾ പബ്ലിഷ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മെനു ഇവിടെ വന്നു. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ലോഗോ ഇവിടെ വന്നു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് ഇനി മെനു ആണ് വേണ്ടത്. ഈ ഒരു ഏരിയയിൽ നമുക്കിനി ഹോം, സർവീസ്, എബോട്ടസ്, കോൺടാക്ടസ് എന്ന മെനു ഇനി ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ തന്നെ കണ്ടോ മെനൂസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് മെനു ഇല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ മെനു എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതൊരു പേര് കൊടുക്കുക. നിങ്ങളൊരു പേര് അവിടെ കൊടുക്കുക. അതിന് ശേഷം ചോദിക്കും ഈ ഒരു മെനു പ്രൈമറി മെനു ആണോ സെക്കൻഡറി മെനു ആണെന്ന്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരേണ്ടത്. ഇതായിരിക്കും നമ്മുടെ പ്രൈമറി മെനു. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ആഡ് ഐറ്റംസ്, അതായത് നമ്മളിപ്പോൾ മെനൂസിന് പേരൊക്കെ കൊടുത്തു ടോപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ടോപ്പിലേക്ക് എന്തൊക്കെ കാര്യങ്ങളെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആഡ് കൊടുക്കുക. ഇവിടെ കണ്ടോ ഏതൊക്കെ പേജസ് ആണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പേജസുകൾ, ദെൻ പോസ്റ്റുകൾ, ഇതൊക്കെ നമുക്കിങ്ങനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഹോം ഉണ്ട്, എബോട്ട്, കോൺടാക്ടസ്. ഇനിയിപ്പോൾ സർവീസ് എന്ന് പറയുന്ന ഒരു പേജും കൂടെ വേണം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഏറ്റവും എളുപ്പമായിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഞാനിവിടെ സർവീസ് എന്ന് കൊടുത്തു, അതിനുശേഷം ആഡ് ചെയ്തു. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി പേജ് ആഡായിട്ട് വന്നു. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, ഏറ്റവും ആദ്യം കോൺടാക്റ്റ്, എബോട്ട്, ഹോം, സർവീസ്, ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ കോൺടാക്റ്റ്, എബോട്ട്, ഹോം, സർവീസ്. നമുക്കിങ്ങനെയല്ല വേണ്ടേ, നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹോം ആദ്യം, ദെൻ സർവീസ്, എബോട്ട്, കോൺടാക്റ്റ്. സോ ആ ഒരു രീതി നമുക്കിത് ചെയ്യണം. അതിനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മാത്രം ചെയ്താൽ മതി. ഹോം ആണെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഒന്നാമത് കൊണ്ടുവെക്കുക. സർവീസ് ആണെങ്കിൽ സർവീസ് രണ്ടാമത്, കണ്ടില്ലേ. ഇനി നമുക്കിതിലൊരു ഡ്രോപ്പ് ഡൗൺ ആഡ് ചെയ്യണമെങ്കിലും ഇത് ഏറ്റവും വലിയ ഈസിയാണ്. അതായത് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ എബോട്ടിന് ഡ്രോപ്പ് ഡൗൺ വന്നു. കണ്ടോ, നമുക്ക് ഈ ഒരു ബിസിനസ് വെബ്സൈറ്റ് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിന് ശേഷം ഇവിടെ കണ്ടോ ജസ്റ്റ് ഒന്ന് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെനു ക്ലിയറായി. കണ്ടോ, ഹോം,
സർവീസ്, എബൌട്ട്, കോണ്ടാക്ടസ്. അതായത് നമ്മൾ ഇന്ന് ചെയ്തത് നമ്മൾ ലോഗോ ആഡ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ മെനു നമ്മളിവിടെ പ്ലേസ് ചെയ്തു. ജസ്റ്റ് നമുക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് വരുന്നത്. ഹോം കൊടുത്തു, കണ്ടൻറ്റുകളില്ല. സർവീസ്, കണ്ടൻറ്റുകളില്ല. എബൌട്ട്, കോണ്ടാക്റ്റ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോന്നും ഇനി കണ്ടൻറ്റുകളെല്ലാം ഇനി വരണം. നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തീം നമ്മളിത് ചേഞ്ച് ചെയ്യും. ഒരു ബിസിനസ് വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ള തീമിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ദെൻ അതിനുശേഷം ഇവിടെയുള്ള ഹോം, സർവീസ്, എബൌട്ട്, കോണ്ടാക്റ്റ് തുടങ്ങിയ പേജുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള പേജുകളിൽ പോകാനായിട്ടും ആ പേജ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളായിരിക്കും തൊട്ടടുത്ത വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും സോഫ്റ്റ്വെയർ ട്രെയിനിങ് പരിപാടിയുടെ ഇൻറ്റേൺഷിപ്പുകൾ നോക്കുന്നുണ്ടെങ്കിൽ TECHWINGSYSനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതായിരിക്കും വെബ്സൈറ്റായിട്ട് വരുന്നത്, techwingsys.com. ഈ ഒരു സൈറ്റിലൂടെ നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ്, പ്രൊജക്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇത് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് മറ്റ് കോഴ്സുകളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. പൈത്തൺ, PHP, ജാവ തുടങ്ങിയ കോഴ്സസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സൈറ്റിൽ ലഭ്യമാണ്. ഇങ്ങനെ പഠിച്ച് നല്ല സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതായിരിക്കും ഞങ്ങളുടെ വെബ്സൈറ്റായിട്ടും വരുന്നത്. ഇതിൻ്റെ ലിങ്ക് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെനു ക്രിയേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും കണ്ടു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പം നമ്മുടെ തൊട്ടടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഹോം പേജ്, ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മെനു, അതിനായിട്ട് പേജ് ഇനി ക്രിയേറ്റ് ചെയ്യാനായിട്ടായിരിക്കും പോകുന്നത്. എബൌട്ടിൻ്റെ ഒരു പേജ്, സർവീസിൻ്റെ ഒരു പേജ്, കോണ്ടാക്റ്റിൻ്റെ ഒരു പേജ്, ഹോമിനൊരു പേജ്. അതായിരിക്കും നമ്മുടെ തൊട്ടടുത്ത വീഡിയോ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.